വിട്ടിട്ടെങ്ങോ പോയി ചാടിക്കുരുവി നിന്നെ കാത്തി തീരത്തിന്റെ മോഹം വേരോടി ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈ വീശി നീ തോണിയേറിപ്പോയില്ലേ. ലൈൻ കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട്. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 5 കോ-പ്രസന്റഡ് ബൈ JB ലൂക്കർ USA. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് വീട് കടന്നുപോയത് സംഭവബഹുലമായ കാര്യങ്ങളിലൂടെ ആയിരുന്നു. എന്തായാലും ഇത്തവണത്തെ ഒരുപാട് തമ്മിത്തല്ലുകളുണ്ടായി. ഏഷ്യാനെറ്റിലും എനിക്കും ഒരുപാട് റേറ്റിംഗ് ഉണ്ടായി. മാത്രമല്ല മത്സരങ്ങൾ കൊഴുക്കുകയാണ്. ആ മത്സരങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി കണ്ണമ്പുഴയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഒരു നാട്ടുകാരൻ, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സുമേഷ് കണ്ണമ്പുഴ സ്വാഗതം. മോനെ എന്തൊക്കെയുണ്ട് മോനെ? സുഖാണ് മോനെ? സുഖാണ്. നമ്മളെ ഓഡിയൻസ് കാണാൻ നേരെ നിൽക്കുക. മുൻ ബിഗ് ബോസ് എന്ന ഷോ കാണാറുണ്ടോ? ഇടയ്ക്ക് കാണുന്ന ഒരു ഷോയാണ്. എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഷോ? വീട്ടിലെ എല്ലാ അച്ഛൻ അമ്മ കുട്ടികളെല്ലാവരും കാണുന്ന ഒരു ഷോ അല്ലേ? ഓക്കെ മോന്, എന്തായാലും ബിഗ് ബോസിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ. വൈൽഡ് കാർഡ് എൻട്രി എന്താണ്? വൈൽഡ് കാർഡ് എൻട്രി കാശ് കിട്ടിയാ ഓക്കെ അല്ല മോനെ, നമ്മൾ മത്സരിക്കാതെ കാശ് എങ്ങനെയാണ് കിട്ടുന്നത്? മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു 16 മത്സരാർത്ഥികളോടൊപ്പം മോൻ മത്സരിക്കാൻ പോകണം. മത്സരിച്ച് വിജയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ മോന്? അതുണ്ട്. അപ്പൊ ആ കോൺഫിഡൻസ് അവിടെ നിൽക്കുന്നു. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എന്ത് മാറ്റമാണ് മോൻ ബിഗ് ബോസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? അത് 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം അറിയാൻ പറ്റും. അപ്പൊ പിന്നെ വൈൽഡ് കാർഡ് നേടാൻ ചാൻസ് ഇല്ല. അല്ല എന്താ മോനെ? കേട്ടില്ല മോനെ. മോനെ നമ്മൾ ഒച്ചയ്ക്ക് സംസാരിക്കണ്ട മോനെ. ഞാനെങ്കിൽ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ, അപ്പൊ ഇച്ചിരി ഒച്ചയ്ക്ക് സംസാരിക്കണ്ടേ? മോൻ എന്താ പറഞ്ഞത്? 5 ദിവസം കഴിയുമ്പോ തന്നെ ബിഗ് ബോസ് തീരുമാനമാവും നമ്മുടെ മലയാളിയുടെ സ്വഭാവം വെച്ചിട്ട്. അല്ല മോൻ ബിഗ് ബോസ് എന്ന ഷോ നിർത്താനാണോ ഈ പരിപാടിയിലേക്ക് വന്നത്? അല്ല മോൻ പറയുകയാണ് 5 ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന പരിപാടി നിർത്തുക എന്ന് പറയുന്നു. അതെങ്ങനെ പറയാം? 100 ദിവസമുള്ളൊരു പരിപാടിയാണ് മോനെ. അതെങ്ങനെയാണ് മോനെ? മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നിരിക്കുന്നു, മത്സരിക്കാൻ വന്നിരിക്കുന്നു, ബിഗ് ബോസ് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തില്. മോനെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നൊന്നും പറയാൻ പാടില്ല. കാരണം ഇതൊരു അഡ്വക്കേറ്റ്സ് ഉള്ള ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. നിന്നെ 24 മണിക്കൂർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണമ്പുഴ നാട്ടുകാർ. കണ്ടില്ലേ? അവരുടെ കയ്യടികൾ കേട്ടില്ലേ? ഓക്കെ മോന് വിശക്കുന്നുണ്ടോ? എന്തായാലും മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. നിന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്താക്കും. ഓക്കെ? അവിടെ ചെന്നാ പിന്നെ അരി വെക്കണം, ഭക്ഷണം ഞാൻ തുണി അലക്കണം. അല്ല വീട്ടിൽ ചെന്നാൽ ഇത് തന്നെയല്ലേ പണി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല മോനെ, അപ്പൊ മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നിരിക്കുന്നു, ഫൈനലിൽ എത്തിയിരിക്കുന്നു. മോനാണ് ഇത്തവണത്തെ വിജയ്. ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയായിരിക്കാണ്. സന്തോഷമായില്ലേ? സന്തോഷം. മോന് വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. അപ്പൊ കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുന്ന 50 ഗ്രാമിൽ പൊതിഞ്ഞ ഒരു മനോഹരമായ സമ്മാനമാണ്. മോൻ ഒരിക്കലും മോന് വിശക്കുന്നുണ്ടല്ലേ? അയ്യോ സോറി, മോന്റെ പല്ലിക്കൊണ്ട് മോനെ. കുഴപ്പമില്ല മോനെ. ഇല്ല മോനെ, കുഴപ്പമില്ല. അല്ല മോൻ കൈകൾ നീട്ടു മോനെ. അപ്പൊ മോൻ കണ്ണുകൾ അടയ്ക്കൂ. മോന് വിശക്കുന്നുണ്ടെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് പറഞ്ഞതിന് ശേഷം അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്, മോൻ ഇതുവരെ മനസ്സിൽ ഒരിക്കലും കാണാത്ത, ആഗ്രഹിക്കാത്ത ഒരു ഗിഫ്റ്റാണ് മോനെ കിട്ടാൻ പോകുന്നത്. 50 ഗ്രാമിൽ പൊതിഞ്ഞ ആൾക്കെങ്കിലും ഗസ് ചെയ്യാമോ? 50 ഗ്രാമിൽ പൊതിഞ്ഞ സ്നീക്കേഴ്സ്.
കാരണം നീ വിശക്കുമ്പോൾ നീ വേറെ ഏതോ ഒരുത്തനായി മാറുന്നു. എടുക്കടാ ഒരു സ്നിക്കേഴ്സ്. അപ്പൊ മോന് കിട്ടിയിരിക്കുന്ന സ്നിക്കേഴ്സ് മോൻ കഴിക്കൂ, ആനന്ദിക്കൂ. എന്തായാലും ബിഗ് ബോസ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. സുമേഷ്, താങ്ക് യു. സൈനിങ് ഓഫ്. താങ്ക് യു ചേട്ടാ, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ലാലേട്ടന്റെ കൂടെ ലാലേട്ടൻ ചേട്ടാ സ്നിക്കേഴ്സ് കിട്ടി. എന്താണ് ചേട്ടന് പറയാനുള്ളത്? കുഞ്ഞുമോനെ അറിയാം. കുഞ്ഞുമോനെ അറിയാം.